പാങ്ങ് അവിടെയുള്ള സ്കൂളിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ യൂനിസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനിസ്, അപ്പോൾ ഒരുപാട് കുട്ടികളുടെയൊക്കെ പ്രിയങ്കരായ അധ്യാപകർ, അവരുടെ ഒരു വിയോഗ വാർത്ത എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് അതൊക്കെ. അപ്പോൾ വിദ്യാർത്ഥികളും അവരുടെ കളിച്ചിരികളും അതിനൊപ്പം തന്നെ അവരുടെ എല്ലാ കുറുമ്പുകൾക്കൊക്കെ കൂട്ടുനിന്ന അധ്യാപകരും അവരൊന്നും ഇനിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് അംഗീകരിക്കാൻ അത് വലിയ പ്രയാസമാണ്. സ്കൂളിൽ നിന്നുള്ള കാഴ്ചകൾ അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജിൽസി, അത് ഞാൻ ആ സ്കൂളിന് മുമ്പിൽ തന്നെയാണ്. പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിന് മുമ്പിലാണ്. നമുക്കറിയാം, ഒരു ചെറിയ സ്കൂളാണ്, ഒരു നാട്ടുംപുറമാണ്. സാധാരണക്കാരായ അവരുടെ കുട്ടികൾ പഠിക്കുന്ന ചെറിയ സ്കൂളാണ്. 4 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ചെറിയ സ്കൂളാണ്. ഇവിടെയാണ് ഈ അധ്യാപകർ പഠിപ്പിച്ചത്. കാലങ്ങളോളം 10ഉം 15ഉം വർഷം പഠിപ്പിച്ച സ്കൂളാണ്. ഒരുപാട് കുട്ടികൾ, അവരുടെ ശിഷ്യരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. നിരവധി കുട്ടികൾ ഇപ്പോഴും, നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വെക്കേഷൻ കാലമാണ്. കഴിഞ്ഞ ദിവസം ഈ പരീക്ഷകളൊക്കെ പൂർത്തിയാക്കി അവർ ഇവിടെ നിന്ന് യാത്രയായി പോയതാണ്. മറ്റു എല്ലാവരുടെയും കൂടെ മറ്റൊരു സ്ഥലത്ത് വെക്കേഷൻ മോഡിലെ ഒരു യാത്രയായി പോയി. ആ യാത്രയിൽ ഇനി മടങ്ങി വരാത്തൊരു യാത്രയായി അത് പോയി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ പുതിയൊരു അധ്യയന വർഷം ജൂണിൽ തുടങ്ങുമ്പോൾ അവർ സ്വീകരിക്കുന്ന ഈ വിദ്യാർത്ഥികളെ ബലൂണും മറ്റും പലതും നൽകി, മധുരം നൽകി സ്വീകരിക്കേണ്ട ഈ അധ്യാപകർ ഇനി ഇല്ല എന്നുള്ളൊരു സത്യമാണ്. ഈ പലരും യാഥാർത്ഥ്യത്തിൽ അവർ ചിന്തിക്കാൻ പോലും കഴിയാതെ പലരും വലിയ വിഷമത്തിലാണ്. നാട്ടുകാരടക്കം, നമുക്കറിയാം, ഒരു സ്കൂൾ എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിന്റെ പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും പലരും ബന്ധപ്പെടുന്നതാണ് സ്കൂളെന്ന്. പലർക്കും വലിയ പരിചയമുള്ളവരാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ നാട്ടുകാരായ, ഈ നാട്ടിന് സമീപമുള്ള ആളുകളാണ് ഈ അധ്യാപകർ എന്നുള്ളതാണ്. വളരെ വിഷമത്തിലാണ്, നാട് മുഴുവൻ വലിയ വിഷമത്തിലാണ്. ഈ ഒരു പിഞ്ചു കുട്ടികൾ, നമുക്കറിയാം, ഈ വളരെ പിഞ്ചു കുട്ടികൾ, 4 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ അധ്യാപകർ ആ കുഞ്ഞുങ്ങളോട് വലിയ ആത്മബന്ധമുള്ളവരായിരിക്കും. നമുക്കറിയാവുന്നതാണ്, 10ഉം 15ഉം വർഷം പഠിപ്പിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് പലരും. HM അടക്കം ഇവിടെ കാലങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഏതായാലും വലിയൊരു ദുരന്ത വാർത്ത ഈ നാടിനെ തേടി ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ രീതിയിൽ ആത്മാർത്ഥയോടെ സ്നേഹിക്കുന്ന, അവരെ ലാളിക്കുന്ന, അവരെ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന ഈ അധ്യാപകർ ഇനിയില്ല. അത് എങ്ങനെയാണ് ആ വിദ്യാർത്ഥികൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. ഏതായാലും നമുക്കറിയാം, ഈ സ്കൂൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ചെറിയ സ്കൂളാണ്. വളരെ കുറച്ച് കുട്ടികൾ, 100-ലധികം കുട്ടികൾ പഠിക്കുന്ന 4 വരെയുള്ള ചെറിയൊരു സ്കൂൾ. ആ കുഞ്ഞു കുട്ടികളോട്, അത്രയും കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരോട്, ഓരോ കുട്ടികളോടും വലിയ ആത്മബന്ധം ആ അധ്യാപകർക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവരുടെ പാരൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ പാരൻസിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും കേട്ട് അതിനൊപ്പം നിൽക്കുന്ന, അതിൻ്റെ കൂടെ സന്തോഷത്തിലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഈ അധ്യാപകർ ഇനി ഇല്ല എന്നുള്ള ഒരു കാര്യം, ആ ഒരു സത്യം എല്ലാവരും, ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ അവർക്ക് അംഗീകരിക്കാൻ വലിയ പ്രയാസമുണ്ട്. നാട് വലിയ ദുഃഖത്തിലാണ്. കാരണം ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർ തന്നെയാണ് ഈ അധ്യാപകർ എന്നുള്ളതാണ്. ഏതായാലും വലിയ ദുഃഖത്തിലാണ് നാട്. നമുക്കറിയാം, ഈ ഒരു സ്കൂൾ അവർക്ക് എന്നും ഈ ഒരു സ്കൂളിന്റെ മുഖം ഈ അധ്യാപകരായിരുന്നു. ആ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതും അവരെ ഒപ്പം നിൽക്കുന്നതും ആ അധ്യാപകരാണ്. ഈ അധ്യാപകർ ഇനി ഇല്ല എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമാണ്. എല്ലാവരും സമീപിക്കുന്നു, എന്താവശ്യത്തിനും സമീപിക്കുന്ന ഒരു അധ്യാപകരായിട്ടുള്ള ആളുകൾ. ഏതായാലും വലിയൊരു ദുഃഖം ഈ നാടിനെ ഇപ്പോൾ നടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും യൂനുസ്, ആ ഒരു സങ്കടം മറികടക്കാൻ ആ നാടിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. വിറങ്ങലിച്ച മുഖങ്ങളാണ് നമ്മൾ എല്ലായിടത്തും നേരത്തെയൊക്കെ കണ്ടത്. അമ്പലപ്പുറം സ്കൂളിലേക്ക് പോകുമ്പോഴും ഈ ആംബുലൻസ് വരുന്നതും കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ അധ്യാപകരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സങ്കടം അടക്കം അതെങ്ങനെയാണ് സ്കൂളും വിദ്യാർത്ഥികളും ഒക്കെ മറികടക്കുക എന്നുള്ളത് കൂടിയാണ് വരും മണിക്കൂറുകളിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഗതി. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 5:20 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട വാൻ അത് പലതവണ കീഴ്മേൽ മറിഞ്ഞ് തെറിച്ച് 9ാം വളവിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ്. 8 പേർ ഈ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 9ാം വളവിലെ കൈവരിയിൽ ഇടിച്ചൊരു മരത്തിൽ തട്ടിയാണ് ഈ ഒരു വാൻ നിന്നിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കും.